ആയിക്കോട്ടുകാരെ, ഒരു മൃഗം ഒരു മനുഷ്യനെ ആട്ടോ സെലക്ട് ചെയ്യുന്നത്. അതായത് മനുഷ്യൻ സെലക്ട് ചെയ്യുന്ന മൃഗങ്ങളാണ് പലപ്പോഴും തെരുവിൽ കിടക്കുന്നത്. ഒരു മൃഗം ഒരു മനുഷ്യനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ മൃഗം രാജാവിനെ പോലെ ജീവിക്കും. പിന്നെ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൃഗത്തെ വഴക്ക് പറയരുത്. അത് നമ്മൾ സ്നേഹത്തോടെ പറയണം. സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കും. എൻ്റെ പിള്ളേർക്കൊക്കെ എനിക്ക് ഭയങ്കര അലമ്പും വഴക്കൊക്കെ. ഞാൻ ഇവന്മാരെ പിടിച്ച് നിർത്തുന്ന ബിസ്ക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് മേടിച്ച് തരത്തില്ല. അടിച്ചിട്ട് ഒരു കാര്യമില്ല. അടിച്ച് കഴിയുമ്പം വേദന ഇത്ര ഉള്ളെന്ന് അവർക്ക് മനസ്സിലാവും. അതേസമയം നമ്മൾ സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ അവരനുസരിക്കും. ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് തിന്നുന്ന ബിസ്ക്കറ്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മീൻ കിട്ടത്തില്ല എന്നുള്ള ചിന്താഗതി അതിന് വരും. അപ്പം നമ്മളെപ്പോഴും പേടിപ്പിച്ച് നിർത്താവേ ഉള്ളൂ. അപ്പോൾ ഒരു പട്ടി കുട്ടിയാണെങ്കിലും തെറ്റ് കാണിച്ചാൽ ഒരു വാടി കാണിച്ച് പേടിപ്പിക്കുക. നിന്നെ തല്ലുകൂടാ. ഒരു തല്ല് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാവും. ഇത്ര വേദനയുണ്ടല്ലോ, ഇവൻ ഇനിയും ചെയ്തല്ലേ കാണിക്കത്തുള്ളൂ. അതേസമയം നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം തരത്തില്ല, നിൻ്റെ കളിപ്പാട്ടം തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കേ, കുറേശ്ശെ അതിന് മനസ്സിലാവും. പിന്നെ 2-3 വയസ്സാകും ഇതിന് ബുദ്ധി ഉറക്കാൻ. മനുഷ്യനെ പോലെയല്ല, മനുഷ്യന് 5-10 വയസ്സൊക്കെ ആകത്തില്ലേ. അപ്പം അതിനെ അതിൻ്റെ ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുക.